അവന്മാർ രണ്ടുപേരും കൂടെ എടുത്തത് സതീശനാണ് ഇത് തുറന്നെടുക്കുന്നത്. അല്ല, ഞാൻ അവന്മാരുണ്ട്, ഞാൻ അവരുടെ കൂടെ വന്നേ കൂടെ വന്നേ വിളിയിട്ടല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ക്യാമറ പിടിച്ചെടുക്കുന്ന കേസാ. അതൊന്നും ഞാൻ ഒരു സാധനം എടുത്തിട്ടില്ല. ഇല്ല സാറേ, ഒരു സാധനം എടുത്തിട്ടില്ല. ഞാൻ അവിടെ നിന്നേ ഉണ്ട്, അവിടെ വന്നേ. ഓ ശരി, രണ്ടുപേരുണ്ടോ? അമ്പലത്തിൽ കയറിയല്ലേ അവര് പറയുന്നത് കേട്ടോണോ? ഇത്രയാണ്. നീ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ഇത്രയും സഹകരിച്ചു. ഇനി ആരും ശാന്തപ്പെടണം, ശാന്തപ്പെടണം. ഇപ്പം കേറിക്കോട്ടോ. ഒന്നിന്നലെ കൊണ്ടുവന്നവന് ഇനി ഒരു താടിയാനുണ്ട്. ആ പോക്രിയെ തല്ലിക്കൊല്ലണം. ഞാൻ എന്റെ മുറ്റത്ത് നിൽക്കുമായിരുന്നു. ഞാൻ എന്റെ മുറ്റത്ത് നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഞാൻ 11:30 കഴിഞ്ഞാലേ കിടക്കത്തുള്ളു. ആ സമയത്ത് എന്നും ഞാൻ ഞങ്ങളുടെ ചെടിക്കൊക്കെ മുറ്റത്ത് വെള്ളം ഒഴിക്കും. ഇവിടെ ദേവിയെ നോക്കും, അങ്ങനെ തൊഴും. അങ്ങനെ രാത്രി 12 മണി 11:15 11:45 കിടക്കും. എൻ്റെ ക്ഷീണം അനുസരിച്ച് ഞാൻ കിടക്കും. മക്കളും അച്ഛനും കിടന്നു. ആ സമയത്ത് ഞങ്ങളുടെ പഠിക്കക്കൂടെ ഒരു അപശബ്ദം കേട്ടു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവിടെ ആരാ മദ്യവെച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് വരുന്നത്? നാട്ടുകാരെയല്ല പറഞ്ഞത്, പരസ്പരം പറയുവാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് 10-72 വയസ്സുണ്ട്. ലോകവിവരമൊക്കെ എനിക്ക് കുറച്ചേറെയൊക്കെ അറിയാം. അവിടെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഗേറ്റുള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ല. പേടിയുള്ള കാലമൊക്കെ പോയി. അന്നേരം ഞങ്ങളുടെ ബ്ലാവിൻ്റെ അവിടെ ആയി. ഇവന്മാർ കടന്നു വരുന്നത് ആരാ? ഞങ്ങളുടെ നാട്ടുകാരാണെങ്കിൽ എന്നെ നോക്കും, ഈ കിടന്നില്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് മറുപടി പറയും. അങ്ങനെ സന്തോഷമായിട്ട് പറയാനിരുന്നപ്പോൾ 3 പേര്, 2 പേര് സെയിം വരുന്നു. ഒരാൾ തൊട്ട് പുറകെ വരുന്നു. അപ്പോൾ ഇവർ കള്ളന്മാരാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാനിവരെ ശ്രദ്ധിച്ചപ്പോൾ നല്ല യോഗ്യനായ ഒരു പയ്യൻ, ഒരു 47 വയസ്സ് എനിക്ക് തോന്നിക്കും എൻ്റെ കണക്ക് കൂട്ടൽ. വാർദ്ധക്യം ഒരു 50 വയസ്സിൽ മേലുള്ള ഒരുത്തൻ. ആ ആൾ ഇത്രയേ ഉള്ളൂ. അയാൾ അവശനാണ്. പുറകി വരിക, തൊട്ടു പുറകില്ല. 2 പേര് സെയിം വരിക. അവരെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൈലി ഒന്ന്, എല്ലാവരും കൈലിയാണ്. പിന്നെ കാവി കൈലിയാണ്. അയാളത് ആ ചെറുക്കന് ഇങ്ങനെ അരിച്ചിട്ടൊന്ന് മുറുക്കി കൊടുത്തു. അതെങ്ങനെയാ കുഞ്ഞെ ഉണ്ടാകുന്നത്? ഇവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ അങ്ങേപ്പുറത്തൊരു അമ്പലമുണ്ട്, അവിടെ ഇത് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകുമായിരിക്കും. പണ്ട് ഇവിടെ മോഷണം നടന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഇങ്ങനൊരു മോഷണം ഉണ്ടായിട്ടില്ല. എങ്കിലും പലതും ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇവർ തിരിഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാൽ തിരിയുന്നത് കാണാം. ഇങ്ങോട്ടാണെങ്കിൽ പടിഞ്ഞാട്ട് പോവുക, അങ്ങോട്ടാണെങ്കിൽ കിഴക്കോട്ട് പോവുക. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരെ കാണത്തില്ല. ഇവന്മാർ 3 ഇങ്ങോട്ട് തിരിഞ്ഞു. വെറുതെ വിടരുത്. കാരണം അവർ 10 രൂപ വഞ്ചി പൊട്ടിച്ചാൽ കുഴപ്പമില്ല, എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല. വിഗ്രഹം നശിപ്പിച്ചവനെ വെച്ചേക്കരുത്.